അസ്സലാമു ഇന്ന് നമ്മളൊരു പുതിയ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അത് നമുക്കൊരു ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ട് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. കറിവേപ്പില 2 തണ്ട് ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പോർഷൻ, ചെറുപയർ ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് പുഴുങ്ങിയതാണ്. ഇനി ഗ്രീൻ പീസോ കടല എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അതെടുത്താലും മതി. കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. മസാലയൊന്നും വഴറ്റിയെടുക്കണ്ട, സമയം കളയണ്ട. നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന ഒരു സമയം മാത്രം മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സമൂസ ഷീറ്റ് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു ഷീറ്റ് 2 ആക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കതൊന്ന് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫില്ലിങ്സ് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത ഷീറ്റിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നീളത്തിൽ നമുക്ക് റോളാക്കി എടുക്കുകയാണ് വേണ്ടത്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ മടക്കി കൊടുത്ത് റോളാക്കി എടുക്കുക. അറ്റം നമുക്ക് മൈദപ്പൊടിയും വെള്ളം കൂടി കലക്കി ഒരു പശയാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ബാക്കി ഫില്ലാവാത്ത ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 സൈഡും അതേപോലെ ചെയ്തെടുക്കുക. ഇതിൻ്റെ 2 അറ്റം നമുക്ക് ഈ പശയിലൊന്ന് മൈദപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. ഈ സേമിയ ചെറുതാക്കി പൊട്ടിച്ച് വെച്ചതാണ്. അതിൽ 2 അറ്റം ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ സേമിയ പിടിച്ചിട്ടുണ്ടാവും. കൊഴിഞ്ഞു പോവൊന്നുമില്ല. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ സ്നാക്സും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. അതിലിട്ട് കൊടുത്തിട്ട് ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് സേമിയ എണ്ണയിൽ വരുമ്പോൾ വീണ് പോകുമെന്ന് വിചാരിക്കേണ്ട. അത് പോവില്ല, ആകുമ്പോൾ തന്നെ നിൽക്കും. എണ്ണയിലൊന്നും ആവില്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഉള്ളിൽ മസാലയും വെന്തിട്ടുണ്ടാവും. നമ്മളെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.